ആന്റണി വർഗീസിനെ നായകനാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്ത പടം. എഴുതിയിരിക്കുന്നത് പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറോ ജേക്കബ്. ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ഉണ്ണിയാറാണ് കേട്ടോ. അതാണ് കാട്ടാളൻ. ഈ പടം ഞാൻ ആദ്യമേ പറയാം, ഇതിൻ്റെ ബാക്കിയുള്ള അഭിപ്രായം കണ്ടിട്ട് ഇതൊരു മോശം സിനിമയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ബാഡ് മൂവി അല്ല. ഇത് അത്യാവശ്യം നല്ല ഭയങ്കര മേക്കിംഗ് ഉള്ള അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു മാസ് ആക്ഷൻ സിനിമയാണ് കാട്ടാളൻ. ബട്ട് എനിക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം ഇത് ഒരു നെക്സ്റ്റ് ലെവൽ സാധനത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ഇതിനകത്തുണ്ടായിരുന്നു. ഈ പടം കാണുമ്പോൾ നമുക്ക് KGF, RRR, മറ്റേ സലാർ, പുഷ്പ ഇതൊക്കെ ഓർമ്മ വരും. എന്നിരുന്നാലും കുറേ സീനുകളൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു KGFൻ്റെ സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ്. പ്രത്യേകിച്ച് രവി ഭാസ്കറാണ് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അജനേഷ് ലോകനാഥിൻ്റെ പാട്ടുണ്ട്. ആദ്യം അജനേഷ് ലോകനാഥാണെന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്, പിന്നെ രവി ഭാസ്കറിനെ ആക്കിയിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ മറ്റേ അതുപോലെ തന്നെ എല്ലാ സീനിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മറ്റേ പടപടായി ബീറ്റിട്ട് അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് സീനുകൾ എലിവേറ്റ് ആവണ്ടേ, ഹൈ വരണ്ടേ, ഹൈ മൊമെൻറ്റ്സ് വരണ്ടേ. അത് അവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടെങ്കിലും ഇവരെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എഴുത്തിൽ പരിപാടിയുണ്ട്, കുറച്ച് ക്ലീഷയുടെ സാധനങ്ങളുണ്ട്, കുറച്ച് ലോജിക്കില്ല. അതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ പോലും ചില സാധനങ്ങൾ നമുക്ക് ഹൈ ഏറേണ്ട സംഭവങ്ങളുണ്ട്. പക്ഷേ ഹൈ വരുന്നില്ല. ആ ഗൂസ് ബംസ് മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ KGFൽ ചുറ്റിയിൽ മാറ്റിയെടുക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനത്തെ പരിപാടികൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഹൈ വരുന്നില്ല. ഇതുകൊണ്ട് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ത്രൂ ഔട്ട് ഒരു കുറേ വെടി, പുക, പൊട്ടിത്തെറി, ബഹളം, അടി, ഇത് മാത്രം കോലാഹലം മാത്രമായിട്ട് ബഹളം മാറിപ്പോയി. ഇതിനപ്പുറം ഒരു ഇമോഷണൽ കണക്ഷൻ ഇതിനൊക്കെയുള്ള പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ഒന്നും സെറ്റായില്ല. മെയിൻ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് ആൻ്റണി വർഗീസ് പെപ്പെ. പുള്ളിക്കാരൻ്റെ പവർ റേഞ്ച് നമുക്കറിയാം. പുള്ളിക്കാരൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ കിൻഡലിടി. അത് കാണാനാണ് നമ്മൾ മെയിനായിട്ട് പോകണേ. പക്ഷേ ഇതിൽ ആൻ്റണി വർഗീസ് ഒരു ഗാങ്സ്റ്ററാകാൻ നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പുഷ്പ ആയിട്ട് നടക്കുമ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പോൾ കട്ടിൽ കിടക്കുമ്പം ഫാനിൻ്റെ സ്വിച്ച് ഉണക്കി അഴിച്ചു പോകാൻ മടിയുള്ളതുകൊണ്ട് അമ്മയെ കൊണ്ട് അമ്മ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന ഒരു ഉഴപ്പൻ ക്യാരക്ടറുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പോലെയാണ് ഇദ്ദേഹത്തിൽ ചെയ്തു വെച്ചിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഒരു അലസതയും ഇവിടെ റോക്കി ബൈ ചെറിയൊരു അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അലസത, കള്ളുടി, അത് ഉദ്ദേശിച്ചതായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്ക് ഉള്ള സ്വാഗർ പരിപാടി ഇതിനകത്തുണ്ട്, സ്വാഗറുണ്ട്. പക്ഷേ ഡയലോഗ് ഡെലിവറി വരുമ്പോഴും പെർഫോമൻസ് വരുമ്പോഴും ഫൈറ്റ്സ് വരുമ്പോഴും ഇതിൽ ഫൈറ്റ് സീൻസ് നന്നാക്കിയാൽ മതിയായിരുന്നടാ. ഈ ഫൈറ്റ്സിൽ പെപ്പര പഞ്ച് സംഭവം നോക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ക്യാമറ ഇട്ടങ്ങ് വെട്ടുക. ക്യാമറ അങ്ങോട്ട് കറക്കുന്നു, സ്ലോ മോഷൻ പരിപാടി, ഇങ്ങനെ തിരിയുന്നു മറിയുന്നു. അത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പോലെ ലാലേട്ടൻ, മമ്മൂക്ക അവരുടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ വെച്ചിട്ടുള്ള ടെക്നിക്സാണ്. അത് അവരിങ്ങനെ കറങ്ങി തിരിച്ച് ഔട്ടുകയും അങ്ങനത്തെ പരിപാടിയൊന്നും പ്രായം പറ്റത്തില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് ലാലേട്ടൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെപ്പര നിന്ന് നിൽക്കുമ്പോൾ പെപ്പരെല്ലാം മറ്റേ നമുക്ക് RDXൽ കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടണം. അതില്ല. ഇത് കാണുമ്പോഴെനിക്ക് ആ ഉണ്ണി മൂന്നരം നമുക്ക് ആ പടം ഒരു ആവറേജ് സ്ക്രിപ്റ്റേ ഉള്ളൂ പടം. പക്ഷേ അതിൽ വയലൻസ് എന്ത് തേങ്ങയാണെങ്കിലും അതിൽ ഉണ്ണി മൂന്നൻ്റെ ഒരു സാധനമുണ്ട്. ഉണ്ണി മൂന്നൻ ഉറഞ്ഞ് പണിയെടുത്തിട്ടുണ്ട് അതിനകത്ത്. മണ്ണ് തിന്ന് പണിയെടുത്തിട്ടുണ്ട് ഉണ്ണി മൂന്നൻ. അതുകൊണ്ടാണ് മാർക്കറ്റ് ആ സക്സസ് വരുന്നത്. അവിടെയാണ് എനിക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഉണ്ണിക്ക് നമിക്കണം കേട്ടോ. ഈ പടത്തിൽ പെപ്പെ എനിക്ക് തീരെ അങ്ങോട്ട് ഇത് വർക്കൗട്ടായില്ല. പെപ്പയുടെ ഒരു ഇതും ക്യാരക്ടറിന് എഴുതിപ്പെട്ടെന്ന ഒരു ആർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും വേണ്ട, പോട്ടെ. ഫ്ലാഷ് ബാക്ക് വേണം, അവ എങ്ങനെ നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന ആൾ ഇയാളെ കൊണ്ട് പറ്റും എന്നുള്ള സാധനം നമുക്ക് തോന്നണ്ടേ, അത് തോന്നണില്ല. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഫൈറ്റ് സീൻസിൽ ഇങ്ങനെ കയറ്റി ഫൈറ്റ് സീൻസ് ഇംപ്രസീവായി വന്നാൽ മാത്രം തന്നെ ഈ പടം ഭയങ്കര ഹൈ ആവുമായിരുന്നു. ഫൈറ്റ്സിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കുറേ അടിക്കുന്നു, തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു, ഇടിക്കുന്നു. ഇതിൽ വയലൻസ് ഉണ്ടെങ്കിൽ പോലും മാർക്കോടെ ലെവലിലുള്ള വയലൻസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ വയലൻസ് ഒന്നുമില്ല. പക്ഷേ പിള്ളേരെ കൊണ്ട് പോകേണ്ട പടമല്ലോ, താടിയും പിടിയും വെട്ടുമൊക്കെയാണ്. ഇത് ഒരു കാട് പശ്ചാത്തലമാക്കിയിട്ട് ആനക്കൊമ്പ് ബിസിനസ്, അതിൻ്റെ കള്ളക്കടത്ത് പരിപാടി, അത് ഓരോ സിനിമയിൽ പറഞ്ഞ ചന്ദനം, രക്തചന്ദനം പരിപാടിയൊക്കെ ഉണ്ടാവില്ല. ഇതിൽ ആനക്കൊമ്പാണ്. ഇതിന് മാത്രം ആനകളെ അവിടെ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ലോഡ് നല്ല വളഞ്ഞാങ്കൊള്ളി മറ്റേ കൊമ്പൊക്കെ ഉള്ള ഒരു ലോഡ് ആനകൾ. പക്ഷെ അതൊക്കെ നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ആനയുടെ CGI ആണോ പോലും പറയൂല. AI പരിപാടിയൊന്നുമല്ല, CGI തന്നെ, VFX. പക്ഷെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികൾ, മേക്കിങ്, അതിൻ്റെ സിനിമോട്ടോഗ്രഫി, കട്ട്സ് ഒക്കെ ഗംഭീരമാണ്. തിയേറ്ററിൽ കാണാൻ നോക്കുമ്പോൾ ഒരു വലിയ പണം. നമുക്കിപ്പോൾ തെലുങ്കിലെ KGF, കന്നഡയിലെ KGF പോലത്തെ വലിയൊരു സിനിമ മലയാളത്തിൽ കാണുന്നതിൻ്റെ ഫീലൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ത്രൂ ഔട്ടുണ്ട്. ആ മേക്കിംഗ് ക്വാളിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ രവിയുടെ സ്കോറല്ലേ, അങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ തന്നെ ഫീൽ ഉണ്ടാവും. ഇപ്പോൾ ഡയലോഗിൽ ആണെങ്കിൽ കൂടെ അതുപോലത്തെ ഒരു ഡയലോഗ്, ഒരു തെലുങ്ക് പടം ഡബ് ചെയ്ത് മലയാളത്തിൽ മാസ് പടം ഇറക്കുമ്പോഴത്തെ ഡയലോഗ്സാണ്. എന്നിട്ട് തന്നെ നമുക്കവിടെ ക്രിഞ്ച് വരുന്നില്ല. ഓക്കെയാണ്. ആ സീനും കണക്ഷനും എല്ലാം വലിയ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അടിക്ക് വേണ്ടി അടിക്കാൻ അങ്ങനെയൊന്നും ഫീൽ ചെയ്ത് കഥയുടെ ഒരു സാധനത്തിൻ്റെ കൂടെ തന്നെ ഇത് പോകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു ഹൈ മൊമെൻറ്റ് വരുന്നില്ല പടത്തിൽ. ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടറുണ്ട്, ത്രൂ ഔട്ടുണ്ട്. ജഗദീഷ് ഏട്ടൻ പറഞ്ഞാൽ പുള്ളി അഭിനയിച്ച് മതിയായില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസിൻ്റെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്.
പക്ഷെ പുള്ളിക്കാരൻ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ പോലത്തെ ഒരു സാധനം പോലും എനിക്ക് വെപ്പേരെന്ന് തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ എല്ലാം ഉണ്ട്. നല്ല ഒരു 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 ഫസ്റ്റ് ആക്ട് ഉണ്ട്, റിവഞ്ചിൻ്റെ പരിപാടി, നമുക്ക് ഈ നായകനെ കൂടെ നിൽക്കണമെന്ന് തോന്നലുണ്ടാക്കുന്ന സീനുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നും അങ്ങോട്ട് എത്തിയില്ല. 1-2 സീനുകളൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. ചെറുടത്തൊക്കെ ഹൈ അടിച്ചിട്ടുണ്ട്, കൈ അടിക്കാനൊക്കെ തോന്നിയ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പടം തീർന്നു കഴിയുമ്പോഴേക്കും കുറേ സാധനങ്ങളൊക്കെ അവിടെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പടം തീർന്നു കഴിഞ്ഞാൽ ഉടനെ എഴിച്ചു പോകില്ല, അവസാനം കണ്ട് തീരുമ്പോഴും പരിപാടി അതിനകത്തുണ്ട്. അവിടെയൊക്കെ കുറച്ച് ഹൈ വന്ന് ക്യാമിയോ ഉണ്ട്. ക്യാമിയോ ഇപ്പോൾ ഒരു നാട്ടു നടപ്പായിപ്പോയി. ഇപ്പോൾ കല്യാണം വിളിക്കാൻ നേരത്ത് ആദ്യം വിളിക്കുന്നിടത്ത് പൈസ കൊടുക്കണമെന്നുള്ളൊരു ഏർപ്പാട് ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഏർപ്പാട് പോലെ ഇപ്പോൾ എല്ലാ പടത്തിലും ലാസ്റ്റ് പ്രതീക്ഷിക്കാത്ത ഒരുത്തനെ കൊണ്ടിടണം, അവനെ കാണിക്കുമ്പോൾ ആൾക്കാർ കൈയടിക്കണം, അങ്ങനെ ഒരു ചടങ്ങ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് കൊള്ളാമെന്ന് നോക്കി കഴിഞ്ഞാൽ പക്ഷേ ഇതിനുണ്ടല്ലോ മറ്റേ ടെക്നിക്കൽ പരിപാടികൾ, M.R. രാജേഷിൻ്റെ ഓഡിയോഗ്രഫി, സുനിൽദാസിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ പക്കാ സാധനം, ഗംഭീര വർക്ക്. അതിൽ സൗണ്ട് ഡിസൈൻ കിഷനും സപ്ത റെക്കോർഡ്സ്, സൗണ്ട് ഡിസൈൻ, ധന്യ ബാലകൃഷ്ണൻ്റെ കോസ്റ്റ്യൂംസ്, റോണക് സേവൻ്റെ മേക്കപ്പ്, കളറിങ്, ശ്രീകുമാരി എല്ലാം പക്ക പരിപാടി. രവി വാസൂറിൻ്റെ സ്കോർ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കൊള്ളാം, പക്ഷേ മൊത്തം സ്കോറാണ് പടത്തിൽ മൊത്തം. ഈ ഒരു സൈഡിൽ കൂടി KGF മ്യൂസിക് ഇട്ട് പോകുമ്പോൾ ഒക്കെ ഉള്ളൊരു ഫീലാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഇത് മാത്രം പോരല്ല, സ്ക്രിപ്റ്റും കുഴപ്പമില്ലാത്ത ഒരു അത്യാവശ്യം മാസ് പടം എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ചില കുറച്ച് ക്ലീഷേഴ്സ് ഉണ്ട്, പക്ഷേ ക്ലീഷ ഇല്ലാതെങ്ങനെയാണ് മാസം എടുക്കുന്നത്. നമുക്ക് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ചെറിയ ലോജിക്ക് പ്രശ്നങ്ങൾ, ഒരുത്ത കടലുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒഴിവാക്കാതെ. പക്ഷേ എന്തെങ്കിലും ഒരു ഹൈ മൊമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര നെക്സ്റ്റ് ലെവലെന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ എന്നിത് പറയണത്. കിണ്ണപ്പടം നമുക്കും ഉണ്ടാവണം ഒരു KGF. നമ്മളൊക്കെ എങ്ങനെയൊക്കെ പറയാതെ വിചാരിച്ചാണ് ചെയ്യുന്നത്, എന്താ പോയില്ല. പിന്നെ സുനിൽ ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്നു, പക്ഷേ ഇതിൽ ത്രൂ ഔട്ടുണ്ട്. അത്യാവശ്യം ഹെവി ക്യാരക്ടറാണ്, നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. കബീർ ദുഹാൻ സിംഗ് ഉണ്ട്, പുള്ളി വേറൊരു വില്ലൻ അവിടെ ഉണ്ട്. തുഷാര വിജയൻ ഒരു ക്യാമിയോ പോലെയാണ്, പക്ഷേ തുഷാര വിജയൻ ഫൈറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു കിടില ഇതുള്ള സാധനമുണ്ട്, കൊള്ളായിരുന്നു. പിന്നെ പാർത്ഥ തിവാരി ദുരത്തുണ്ട്. അപ്പോൾ അവൻ ഒരു പാമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുത്തനാണ്. ഞാൻ ഇത് കൂടുതൽ പറയില്ല. അവൻ്റെ ആരാണ് നിങ്ങൾ നോക്കണമെങ്കിൽ അവൻ്റെ പേരാണ് പാർത്ഥ തിവാരിയോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവനാണ് ഈ സിനിമയിൽ പെപ്പെ, ഇടിയോ കിൻഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സിദ്ദിഖ് ജോർജ് എന്നുള്ള ക്യാരക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു പിടിച്ചിരുത്തി ഫോണും ചെയ്യിപ്പിച്ച്, അത്രയേ ഉള്ളൂ, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഹനാൻ ഷാ ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. ഹിപ്സ്റ്റർ ഉണ്ട്, എന്തിനാണോ എന്തോ. ആൻസൺ പോളിൻ്റെയൊക്കെ ക്യാരക്ടർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആർക്കും മനസ്സിലാവാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രഷ്. പിന്നെ അങ്ങനെ കുറേ പേര്, ഹരിശങ്കർ നാരായണൻ എന്നൊരാൾ SP നെൽസൺ നാടാറായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈച്ചല വില്ലനെ പോലെ ഇരിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. കുറച്ച് പേരുണ്ട്. കുറച്ച് പരിപാടികൾ കുറച്ചൊക്കെ റൺവേ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. സ്ക്രിപ്റ്റിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യായി ഇതിൽ കട്ടൊന്നും വന്നില്ലല്ലേ, കൊള്ളാം. പിന്നെ ഒരു ലോഡ് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. KGF പോലെയും സലാർ പോലെയും റിയാക്ഷൻ വിടാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പരിപാടി ഇതിനകത്തുണ്ട്. കുറേ ഒരു മാസ് ആക്ഷൻ പടത്തിൽ കാണേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിർബന്ധമായിട്ട് നിങ്ങൾ പോയി കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ ഇത് കിട്ടും, KGF ഒക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ചിലർക്കൊക്കെ ചിലപ്പോൾ നിരാശപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടാവും. എനിക്കിത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, ഒന്നുകൂടെ പണിയെടുത്തിരുന്നെങ്കിൽ ഇത് നല്ല ഗംഭീര സാധനമായിരിക്കുമായിരുന്നു. എന്നാൽ അങ്ങ് തീരെ താഴെ പോയിട്ടും ഇല്ലാത്ത പോലത്തെ ഒരു അനുഭവമാണ്. പിന്നെ റോസ്റ്റിംഗ് മൊത്തം ഞാൻ വേറെ ചാനലിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ആ ചാനലിപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ വെച്ചിരിക്കാം. റോസ്റ്റിംഗ് ഒക്കെ താല്പര്യമുള്ളവർ വേണമെങ്കിൽ അവിടെ പോയി ഒന്ന് കണ്ടുവെക്കുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.